പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സോയ ബീൻസ് വെച്ചിട്ട് നല്ലൊരു തോരൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ ബീൻസ് വെള്ളത്തിൽ കുതിർത്ത് എടുത്തതാണ്. ഇതാണ് സോയ ബീൻസ്. ഇത് 1 കപ്പ് മതിയാകും. വെള്ളത്തിൽ കുതിർന്ന് വരുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാവും. അരമണിക്കൂർ കൊണ്ട് ഇത് കുതിർന്ന് തന്നെ കിട്ടും. ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് പ്രഷർ കുക്കറിലല്ല എങ്കിൽ നമുക്ക് സാധാരണയാണെന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ്. കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ മാത്രം മതിയാകും. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് 3 പച്ചമുളക് ഇതുപോലെ ഒടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോളയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എൻ്റെ കൊച്ചുള്ളി ഉള്ളപ്പം ചേർത്ത് കൊടുക്കും. ഇല്ലെങ്കിൽ സവോള തന്നെയാണ് എല്ലായ്പ്പോഴും ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. നമുക്കിവിടെ അങ്ങനെ എപ്പോഴും കൊച്ചുള്ളി കിട്ടില്ല. ഇനി 1 കപ്പ് അളവിൽ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ചതച്ചെടുക്കണം. നമ്മുടെ ബീൻസ് ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാകും. ഒരുപാടങ്ങ് വെന്ത് പോകരുത്. ഇത് കുക്കറിലിടുമ്പം ശ്രദ്ധിക്കണം. കറക്റ്റ് ഒരു വിസിൽ മാത്രമേ ഇത് വരാവുള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്ന ഒരു ബീൻസാണ്. ഇനി നമുക്ക് കടായി ഒന്ന് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തേക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വന്ന് കഴിഞ്ഞപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ബീൻസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരാവി വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് തേങ്ങ ചതച്ചൊന്ന് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതാ നമ്മുടെ തോരൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചിക്കി എടുക്കണം. ആ ഒരു തേങ്ങയിലൊക്കെ കുറച്ച് വെള്ളമയം ഉണ്ട്. അതൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ചിക്കി എടുത്താൽ മതി. ഇതാ നമ്മുടെ സോയ ബീൻസ് തോരൻ ഇവിടെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. പ്രോട്ടീൻസ് വളരെയധികം അടങ്ങിയിട്ടുള്ള ഈ ഒരു സോയാബീൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സോയ ബീൻസ് കൊണ്ടുള്ള തോരൻ്റെ റെസിപ്പിയാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.